നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 731 731. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 731 ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ളതിൽ മൂന്നാമത്തെ സർഗം ഭാഗവത ധർമ്മം. അതിപ്പോൾ 2-3 ദിവസമായി തുടങ്ങിയിട്ട്. അതിൽ കഴിഞ്ഞ എപ്പിസോഡിലെ 57ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. ചിരിക്കും കരയും മെല്ലെ സ്വകാര്യം മുര ചെയ്തിടും പാടിയിടും ഭ്രാന്തനെ പോലെ ബാഹ്യലോകം മറന്നവൻ. ഭക്തി മുഴുത്താൽ ഒരു അരക്കീർക്കുണ്ടാവും. അതെങ്ങനെയാ? ബാഹ്യലോകം എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. തന്നെ ഇരുന്ന് ചിരിക്കും, തന്നെ ഇരുന്ന് കരയും, മെല്ലെ ഇരുന്ന് സ്വകാര്യം മുര ചെയ്തിടും പാടിയിടും ഭ്രാന്തനെ പോലെ ബാഹ്യലോകം മറന്നവൻ. ഇനി 58ാമത്തെ ശ്ലോകം. ഈ മൂന്നാം സർഗത്തിലെ 65 ശ്ലോകമുള്ളത്. അപ്പോൾ 1 2 3 4 5 6 7 8 ശ്ലോകങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ 58ാമത്തെ ശ്ലോകം. ആകാശം ഭൂമി കാർമേഘം സമുദ്രം പർവ്വതം വനം ജ്യോതിർഗോളങ്ങൾ എന്നെല്ലാം ചരാചരം ഇതൊക്കെയും ഇളകുന്നതും ഇളകാത്തതുമായിട്ടുള്ള എല്ലാം തന്നെ. ആകാശം ഭൂമി കാർമേഘം സമുദ്രം പർവ്വതം വനം ജ്യോതിർഗോളങ്ങൾ എന്നല്ല ചരാചരം ഇതൊക്കെയും അകതാരിൽ വിളങ്ങിയിടും ആത്മാവിൻ്റെ ശരീരമായി കണ്ടു കൈകൂപ്പി വന്നിച്ചു വണങ്ങും മഹിതാശയൻ. മഹിതാശയൻ എല്ലാ തരത്തിലും സമ്പന്നമായ മനസ്സോടുകൂടിയെന്ന് അർത്ഥം പറയണം. സമ്പന്നനാണ് അയാൾ. എന്താ കാരണം? ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിനെ ഒരു സ്വരൂപമായിട്ട്, വിരാട് സ്വരൂപമായിട്ട്, ഭഗവാന്റെ സ്ഥൂല ശരീരമായിട്ട് കണക്കാക്കാൻ സാധിക്കണമെന്നാണ്. അതിനാണ് അകതാരിൽ വിളങ്ങിയിടും ആത്മാവിൻ്റെ ശരീരമായി എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ചൈതന്യം പുറമേ ആകാശം ഭൂമി കാർമേഘം സമുദ്രം പർവ്വതം വനം ജ്യോതിർഗോളങ്ങൾ എന്നല്ല ചരാചരം ഇതൊക്കെയും അകതാരിൽ വിളങ്ങിയിടും ആത്മാവിൻ്റെ ശരീരമായി. അപ്പോൾ നമ്മൾ മോശക്കാരാണോ? ആർക്ക് പരിഹാരം ചെയ്യും? പരിഹാരം ചെയ്യുന്നവനും പരിഹാരം ചെയ്യപ്പെടേണ്ടവനും ബ്രഹ്മസ്വരൂപല്ലേ? അപ്പോൾ അതൊരു തരികട പരിപാടിയല്ലേ? ആലോചിച്ച് നോക്കൂ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മന്ത്രവാദി എന്നുള്ള ആൾക്കും ഉള്ളിൽ ബ്രഹ്മമുണ്ട്. മന്ത്രവാദം ആർക്ക് കൊടുക്കണു, ആര് കാശ് ചിലവാക്കണു, അയാൾക്കും ബ്രഹ്മമുണ്ട്. അപ്പോൾ ഒരു ബ്രഹ്മം ഉള്ള ഒരാൾക്ക് ഒരു ബ്രഹ്മത്തിനെ മാറ്റാൻ പറ്റുമോ? കഷ്ടം. ആരുടെ ഭാവി വർത്തമാനമാണ് പറയുന്നത്? ധ്രുവൻ്റെ വർത്തമാനം ആരെങ്കിലും ഗണിച്ചുവോ? അല്ലെങ്കിൽ പ്രഹ്ലാദൻ്റെ, അല്ലെങ്കിൽ അംബരീഷ ചക്രവർത്തിയുടെ? കുറച്ച് ശ്രദ്ധിച്ചാൽ അറിയും. അപ്പോൾ കണ്ടു കൈകൂപ്പി വന്നിച്ചു വണങ്ങും മഹിതാശയൻ പ്രയത്നിക്കേണ്ട വിജ്ഞാന വൈരാഗ്യാദികളോർത്തവൻ. പ്രയത്നിക്കേണ്ട വിജ്ഞാന വൈരാഗ്യാദികളോർത്തവൻ ഭജനം ചെയ്തിടും തോറും തെളിവാർന്നവയൊക്കെയും. പ്രയത്നിക്കേണ്ട വിജ്ഞാന വൈരാഗ്യാദികളോർത്തവൻ
ഭജനം ചെയ്തിടും തോറും തെളിവാർന്നവയൊക്കെയും. ഒപ്പം തന്നെ വളർന്നിടും അകതാരിൽ അസംശയം. സംശയിക്കേണ്ടെന്നാ പറഞ്ഞത്. അകതാരിലുള്ളത് ചില്ലറക്കാരനല്ല. ഒപ്പം തന്നെ വളർന്നിടും അകതാരിൽ അസംശയം. ഉന്മോൻ ആനന്ദം ആരോഗ്യം വിശപ്പില്ലാതെയാകലും. ഉണ്ണുന്നവനും ആനന്ദം ഉള്ളവനും ആരോഗ്യമുള്ളവനും വിശപ്പില്ലാതെയാകലും. ഉരുളയ്ക്കെന്ന പോലോരേ പറ്റിന്നു മുളവായി വരും. തുടർന്നീ വണ്ണം ഒരുവൻ മുകുന്ദനെ ഭജിക്കുകിൽ. മുകുന്ദനെ ഭജിക്കുന്നവനൊന്നും പേടിക്കാനില്ല. മുകുന്ദവനെ ഭജിക്കാത്തവനെ ഭയം വിട്ട് മാറൂല. ഉരുളയ്ക്കെന്ന പോലോരോ പറ്റിന്നു മുളവായി വരും. തുടർന്ന് ഈ വണ്ണം ഒരുവൻ മുകുന്ദനെ ഭജിക്കുകിൽ. ഈശ്വരാനുഗ്രഹം കാണും എങ്ങെങ്ങും അവൻ ആവിധം. നമ്മളെ പോലെയാണെന്ന് അർത്ഥം. എവിടെയൊക്കെ എന്തൊക്കെ കാണണോ അതൊക്കെ ഉപകാരമുള്ളവരാ. ഈശ്വരാനുഗ്രഹം കാണും എങ്ങെങ്ങും അവൻ ആവിധം. അലിഞ്ഞ് ആത്യന്തിക ക്ഷേമം അണഞ്ഞേറെ വിളങ്ങിടും. അലിഞ്ഞ് ആത്യന്തികം ക്ഷേമം അണഞ്ഞ് ഏറെ വിളങ്ങിടും. ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താ? സൗഖ്യം. സൗഖ്യം എന്ന് പറഞ്ഞാൽ എന്താ? മംഗളം. മംഗളം എന്ന് പറഞ്ഞാൽ എന്താ? ശാന്തി, സമാധാനം. ഈശ്വരാനുഗ്രഹം കാണും എങ്ങെങ്ങും അവനാവിധം. അലിഞ്ഞ് ആത്യന്തിക ക്ഷേമം അണിഞ്ഞേറെ വിളങ്ങിടും. അത്തരം ഭഗവത് ഭക്തന്മാരെ എമ്മട്ടിലറിഞ്ഞിടും. എല്ലാം സച്ചിദാനന്ദ സ്വരൂപനാണ് എന്ന് മനസ്സിലാക്കുന്ന സാത്വിക ഗുണനിധികളായിരിക്കുന്ന ചിന്മയമൂർത്തികളെ അവരെ അത്തരം ഭഗവത് ഭക്തന്മാരെ എമ്മട്ടറിഞ്ഞിടും. അവരെന്താചരിച്ചിടും സ്വഭാവം ഏതു മട്ടിലാം. അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും അതൊന്ന് പറഞ്ഞു തന്നാൽ തിരക്കടില്ല എന്ന് പറയാണ്. അവസാനത്തെ ശ്ലോകം 65. മോദം പൂണ്ട് ഇതുവിധമാം മഹീന്ദ്രൻ. മോദം പൂണ്ട് ഇതുവിധം ആ മഹീന്ദ്രൻ, അതായത് നിമി ചക്രവർത്തി, ചോദിക്കേ സദയം ഉടൻ കരങ്ങൾ കൂപ്പിവാർ കൊണ്ടൽ പ്രഭ എഴും ഉള്ളിൽ മിന്നും. സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഉള്ളിൽ മിന്നുന്ന നവയോഗികൾ ഒരാള്. പോർ കൊണ്ടീടിന ഹരി ചൊല്ലിനാണീ വണ്ണം. പേർ കൊണ്ടീടിന ഹരി ആദ്യത്തെ കവിയായിരുന്നു. ഇത് രണ്ടാമത്തെ ആളാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഒരാൾ കവി എന്ന് പറഞ്ഞത് ഒന്നാമൻ, ഇത് രണ്ടാമൻ. ഹരി ചൊല്ലിനാനീ വണ്ണം. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ തൃതീയ സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 4-ാം സർഗം ഭക്തലക്ഷണം എന്നാണ്. അവസാനം പറയുന്നുണ്ടല്ലോ എന്താണ് അവരുടെ ലക്ഷണം എന്ന് ചോദിച്ചില്ലേ. ഇനി അതാണ് പറഞ്ഞത്. ഭക്തിപൂർവം ഉപാസിച്ചു പോരും ആത്മീകനാഥനെ സമസ്ത ഭൂതങ്ങളിലും വിളങ്ങി വിലസുന്നതായി. നമ്മൾക്ക് ഇല്ലാത്ത പോയൊരു അറിവാണ് കേട്ടോ പറയണത്. ഭക്തിപൂർവം ഉപാസിച്ചു പോരും ആത്മീകനാഥനെ. പുറമേയുള്ള വിഗ്രഹത്തിനെ അല്ല ഉപാസിക്കാൻ പറഞ്ഞത്. പിന്നെ ആരേനെ? ഉള്ളിലിരിക്കുന്ന ആത്മീയ ചൈതന്യത്തിനെ ഉപാസിക്കാനാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. അത് ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് നന്ന്. ഭക്തിപൂർവം ഉപാസിച്ചു പോരും ആത്മീകനാഥനെ സമസ്ത ഭൂതങ്ങളിലും വിളങ്ങി വിലസുന്നതായി. എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരൻ വിളങ്ങുന്നു എന്ന് മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു. കണ്ടും വിലസുന്നതായി കണ്ടും പ്രിയൻ്റെ സാന്നിധ്യം കൊണ്ടുതാനവയൊക്കെയും ശോഭിപ്പതായും. എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിൻ്റേതാണെന്ന് മനസ്സിലാക്കുക. ഉള്ളിലിരിക്കുന്ന ചൈതന്യം ഈ ശരീരം വിട്ടു പോയാൽ നമ്മൾ ശവമായി മക്കളെ. ശോഭിപ്പതായും കണ്ടീടിൽ അവൻ ഭാഗവതോത്തമൻ. ആരാണ് ഭാഗവതോത്തമൻ? ദി ബെസ്റ്റ്. എല്ലാ ജീവജാലങ്ങളിലും ഈശ്വര ചൈതന്യമാണ്. പിന്നെ ആരോടെ മാറി നിൽക്കാൻ പറയുക? ഈശ്വരങ്കൽ അതിപ്രേമം ഭക്തിയുള്ളോരിലാദരം. പിന്നെ കുറച്ചൊരു ഡിസ്ക്രിപ്ഷൻ പറയാം.
ഈശ്വരങ്കൽ അതിപ്രേമം ഭക്തിയുള്ളോരിൽ ആദരം അഖിലേശ്വര മാഹാത്മ്യം അറിയാത്തവരിൽ കൃപ. അത് വലിയൊരു കാര്യം മൂന്നാമത് പറഞ്ഞത്. ഈശ്വരങ്കൽ അതിപ്രേമം ഭക്തിയുള്ളോരാദരം അഖിലേശ്വര മാഹാത്മ്യം അറിയാത്തവരിൽ കൃപ. ബുദ്ധിയില്ലാത്തവരോടാണ് കൃപ കാണിക്കേണ്ടത്. ബുദ്ധിയുള്ളവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ബുദ്ധിയുള്ളവരിലും ചൈതന്യം ഉള്ളിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അവരെ നമ്മൾ ഉള്ളുകൊണ്ടൊന്ന് വന്നിച്ചു നോക്കൂ. നമ്മൾ എത്രത്തോളം മറ്റുള്ളവരെ വന്ദിക്കാൻ പഠിക്കണോ അത്രത്തോളം നമ്മൾ ഉയരും. നമ്മൾ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തിയും കൊണ്ട് പെരുമാറണോ അത്രത്തോളം നമ്മൾ താഴും. എത്ര വലിയ ഗോപിക്കുറി ഇട്ടിട്ടും കാര്യമില്ല, സ്വർണ്ണക്കൊടിമരം പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, അമ്പലം പുതുതുണ്ടാക്കിയിട്ടും കാര്യമില്ല. എന്നിട്ട് പറയണു, നാഥൻ്റെ സർവവ്യാപിത്വം മറന്നിടുക കാരണം. എല്ലാവരിലും എല്ലാവരും ഈശ്വരാംശജന്മാരാണ്. ഭംഗിയുള്ളവരും ഭംഗിയില്ലാത്തവരും കറുത്തവരും വെളുത്തവരും. ആ ഒരു തലത്തിലേക്ക് എത്തിയാൽ രക്ഷപ്പെട്ടു. നാഥൻ്റെ സർവവ്യാപിത്വം മറന്നിടുക കാരണം രാഗവും ദേഷവും മറ്റും വെച്ച് പോറ്റും ജനങ്ങളിൽ. രാഗദ്വേഷം, കാമക്രോധ മതമത്സര ലോഭ ഭയാദികൾ. നാഥൻ്റെ സർവവ്യാപിത്വം മറന്നിടുക കാരണം രാഗവും ദേഷവും മറ്റും വെച്ച് പോറ്റും ജനങ്ങളിൽ ഉപേക്ഷാബുദ്ധിയും കാൺകിൽ. ഉപേക്ഷാബുദ്ധി ഇല്ലാത്തവനെ കണ്ടാൽ മുഖം മറച്ചാൽ ഭഗവാൻ നമ്മളെ തിന്മ ചെയ്യുന്നവനായിട്ട് കണക്കാക്കും. അവൻ അനധികൃത വർഗ അങ്ങനൊന്നുമില്ല. എല്ലാവരിലും ഈശ്വരനുണ്ട്. പിന്നെ ആരാ ഈ വർണ്ണം ഉണ്ടാക്കിയത്? ഭഗവാനാണെങ്കിലും നമ്മളെന്തിനാത് പറയണത്? ഉപേക്ഷാബുദ്ധിയും കാൺകിൽ അവൻ മധ്യമഭക്തനാം. ഈശ്വരൻ്റെ കൃപാവായ്പോ സൗന്ദര്യാദി ഗുണങ്ങളോ സജ്ജനങ്ങളിൽ നിന്നേതും അറിഞ്ഞിട്ടില്ല എങ്കിലും യഥാർത്ഥ ഭക്ത സംസർഗം കൈവന്നിട്ടില്ല എങ്കിലും യഥാർത്ഥ ഭക്ത സംസർഗം കൈവന്നിട്ടില്ല എങ്കിലും ദിവസേന തൊഴും ചെന്ന് മുടങ്ങാതമ്പലങ്ങളിൽ വഴിപാടുകളും മറ്റും ഏകിടുമ്പതിൻ പെടി അല്ലാതെ അച്യുതപാദാംബുജോപാസകരെ അല്പവും മാനിക്ക ഗൗരവം പൂണ്ട് മിണ്ടുകില്ലേതുമാം അവിധം. മിണ്ടുകില്ലേതും ആ വിധം. അത് അല്ലാതെ അച്യുതപാദാംബുജോപാസകരെ അല്പവും മാനിക്ക, അവർ മോശക്കാരാണെന്നാണ് പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത്ര ലളിതമായിട്ട് നിങ്ങൾക്ക് വേറൊരു ഭാഷയിലും കിട്ടില്ല. ദിവസേന അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് കാര്യമില്ല. ആരെന്നെങ്കിലും കണ്ടു എന്ന് നടിക്കാണ്ട് ഇരുന്നാൽ അവർ അധമന്മാരാണെന്നാണ് പറഞ്ഞത്. ദിവസേന തൊഴും ചെന്നു മുടങ്ങാതെ അമ്പലങ്ങളിൽ വഴിപാടുകളും മറ്റുമേകീടും പതിവിൻപടി അല്ലാതെ അച്യുത പാദാംബുജോപാസകരെ അല്പവും മാനിക്ക ഗൗരവം പൂണ്ടുമിണ്ടുകില്ലേതുമാവിധം. വെറും പ്രാകൃത ഭക്തന്മാരവർ മേലാൽ ഉയർന്നിടാം. അവരാരാ? വെറും പ്രാകൃത ഭക്തന്മാരാ, ഒന്നും അറിയാത്തവർ. വെറും പ്രാകൃത ഭക്തന്മാർ അവർ മേലാൽ ഉയർന്നിടാം. ബിംബാരാധനയും മറ്റും നിന്ദിപ്പാനല്ല ചൊല്ലുവൂ ഞാൻ. ബിംബാരാധനയെ നിന്ദിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ താല്പര്യം. അത് ചെയ്യുന്നവർ ചെയ്യട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കിയവർ മറ്റുള്ളവർക്ക് വഴിമാറി കൊടുക്കൂ. കുറച്ച് നിരാകാരത്തിൽ ഭജിക്കാൻ തുടങ്ങൂ അല്ലേ? വയ്യാത്ത ആൾക്കാരേനെ രണ്ടാൾക്കാർ രണ്ട് ഭാഗത്തും പിടിച്ച് തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ കൊണ്ട് തൊഴിക്കണമെന്ന് നിർബന്ധമില്ല. വെറും പ്രാകൃത ഭക്തന്മാർ അവർ മേലാൽ ഉയർന്നിടാം. ബിംബാരാധനയും മറ്റും നിന്നിപ്പാനല്ല ചൊൽവു ഞാൻ. ഈ നവയോഗികൾ മൂന്നാമൻ. വിശുദ്ധ ഭക്തിമാർഗത്തിൽ ഉയരാൻ വേണ്ടി മാത്രമാം. ക്ഷേത്രങ്ങൾ തല്ലിപ്പൊളിക്കണതല്ല പറഞ്ഞത്, അതുണ്ടാവണം, തുടക്കക്കാർക്ക് വേണം.
വിശുദ്ധ ഭക്തി മാർഗത്തിൽ ഉയരാൻ വേണ്ടി മാത്രമാം കേൾക്കൂ ഭക്തോത്തമന്മാർ തൻ നിലയൊട്ടൊന്നു ചൊല്ലിടാം. ഭക്തോത്തമന്മാർ ഇന്ദ്രിയങ്ങൾ വഴിക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ പലതേൽക്കിലും ഈശ്വരൻ്റെ മഹാമായാവിലാസം കാൺക കാരണം അത്യന്ത സന്തോഷവും ഇല്ല അതിദുഃഖവും ഇല്ല ഏതിലും. അത്യന്ത സന്തോഷം ഒന്നിലും പാടില്ല, അത്യന്തം ദുഃഖവും ഒന്നിലും പാടില്ല. നല്ലവനാന്ന് പറഞ്ഞാലും ശരി ചീത്തവനാന്ന് പറഞ്ഞാലും ശരി ഒരേ മാതിരി ഇരിക്കുക. സുഖദുഃഖങ്ങളെ ദ്വന്ദ്വ സ്വഭാവത്തെ ഒരേപോലെ കാണാൻ സാധിക്കാം. അത്യന്ത സന്തോഷവും ഇല്ല അതിദുഃഖവും ഏതിലും രണ്ടും ബന്ധനമെന്നോർത്തേ പെരുമാറിയിടും ആ മഹാൻ. ഇത് മഹാൻ ആരാ? ദേഹേന്ദ്രിയാദികൾ കൊണ്ടാം ജന്മമൃത്യുജരാദികൾ. ദേഹം ഇന്ദ്രിയങ്ങൾക്ക് ജനിക്കാൻ മരിക്കണ്ടാവും. പ്രപഞ്ചധർമ്മത്തിൽ അവൻ ഭ്രമിക്കിൽ ഒരു ലേശവും. പ്രപഞ്ചധർമ്മത്തിൽ അവന് യാതൊരു ഭ്രമവുമില്ല. അതാണ് സന്തോഷം ഉണ്ടാകുമ്പോൾ തുള്ളിച്ചാടും വേണ്ട, ദുഃഖം ഉണ്ടാകുമ്പോൾ കള്ളു കുടിച്ച് കൂത്താടും വേണ്ട. ഭഗവത് ശരണാം ഭോജസ്മൃതി സൗരഭ്യവായ്പിനാൽ. ഭഗവാന്റെ തിരുപാദ പത്മത്തിലുള്ള വാസന, സ്മെല്ല്. സ്മൃതി സൗരഭ്യവായ്പിനാൽ ദുർവാസനകൾ ബാധിക്കാതെ നിമഗ്നനാം. ആനന്ദത്തിൽ മുങ്ങിപ്പുന്ത്. ഭഗവത് ശരണാംബോജ സ്മൃതി സ്മരണ. സ്മൃതി സൗരഭ്യവായ്പിനാൽ ദുർവാസനകൾ ബാധിക്കാതാനന്ദത്തിൽ നിമഗ്നനാം. മുകുന്ദൻ അകതാരിങ്കലെന്നും മിന്നുക കാരണം. മുകുന്ദൻ അകതാരിൽ സദാ മിന്നുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട് മുകുന്ദൻ. നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുകയാണ് മുകുന്ദൻ. ആ മുകുന്ദനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. മുകുന്ദൻ അകതാരിങ്കലെന്നും മിന്നുക കാരണം മറ്റു കാമങ്ങളോ ഭക്തി വിപരീത വിചാരമോ. ഭക്തിക്ക് എതിർവിചാരം ചെയ്യരുത്, അഭക്തി ഉള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നർത്ഥം. അനാദിവാസനയിൽ നിന്നുളവാം തരി പോലുമോ അണയാ. അപ്പോൾ മുകുന്ദൻ അകതാരിങ്കലെന്നും മിന്നുക കാരണം മറ്റു കാമങ്ങളോ ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നീചസ്ഥാനം പ്രാപിക്കാവുന്ന കാര്യങ്ങൾ ആലോചിക്കരുത് എന്നർത്ഥം. കുറച്ചുകൂടി വെടുപ്പായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ മറ്റു കാമങ്ങളോ ഭക്തി വിപരീത വിചാരമോ അനാദിവാസനയിൽ നിന്നുളവാം തരി പോലുമോ. ഒരു തരിക്ക് കൂടി താഴെ വരരുത്. അണയാനിടമില്ലുള്ളിൽ അവൻ ഭാഗവതോത്തമൻ. അണയാനിടമില്ല ഉള്ളിൽ. ഈശ്വരസ്മരണ അണയാൻ ഇടമില്ല ഉള്ളിൽ എന്ന് ഗൗരവത്തോടു കൂടിയിരുന്നാൽ അവൻ ഭാഗവതോത്തമൻ തന്നെയാണ്. ദേഹം നിമിത്തം ഉളവാം ജാതി വർണ്ണാശ്രമാദിയിൽ. മൈ ഗുഡ്നസ്, ഈ ജാതി ആർക്കുള്ളതാ? ദേഹത്തിന്, ആത്മാവിനല്ല. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസം അല്ലാണ്ട് എല്ലാവരിലുള്ള ആത്മാവ് ഒന്നാണ്. ശരീരശാസ്ത്രം, ശരീരം ബ്രാഹ്മണൻ്റെ, വൈശ്യൻ്റെ, ശൂദ്രൻ്റെ എന്നൊക്കെ പറയാം, ക്ഷത്രിയൻ്റെ എന്നൊക്കെ പറയാം. ദേഹം നിമിത്തം ഉളവാം ജാതി വർണ്ണാശ്രമാദിയിൽ അഹങ്കാരം അകന്നീടിൽ അവൻ ഭക്താവതം സമാം. അഹങ്കാരമില്ല, ജാതിയിൽ ഞാൻ ഉന്നത കുലശ്രേഷ്ഠനാണ് എന്നുള്ള ധാരണ ഇല്ലാണ്ട് എല്ലാവരും ഒന്നാണെന്ന് വിചാരിക്കണവൻ ഭക്താവതം സമാം, ഭക്തന്മാരിൽ ഹംസമാണ്. തൻ്റേത് അന്യൻ്റേത് ഈ മട്ടിൽ അനേകം ഭേദബുദ്ധിയോ അതു കാരണമായുണ്ടാം ഇഷ്ടാനിഷ്ട പ്രവൃത്തിയോ. ഇഷ്ടവും അനിഷ്ടവും ഉണ്ടാവുന്നത് എന്താ? എൻ്റേതെന്നും എൻ്റേതല്ലെന്നും. എൻ്റേതെന്ന് പറയുമ്പോൾ ഇഷ്ടം, എൻ്റേതല്ല എന്ന് പറയുമ്പോൾ അനിഷ്ടം. അതുകാരണമായുണ്ടാം ഇഷ്ടാനിഷ്ട പ്രവൃത്തിയോ. അകന്നേവരിലും തുല്യഭാവമാർന്ന അതിശാന്തനായി. അകന്നേവരിലും പ്രവൃത്തിയോ. അകന്ന് ഏവരിലും ഒരേപോലെ
തുല്യഭാവമാർന്ന് അതിശാന്തനായി, ഉള്ളവനിലും ഇല്ലാത്തവനിലും ശാന്തമായ മനസ്സ് വെച്ചാൽ അവന് സമാധാനമായി. അകന്ന് ഏവരിലും തുല്യഭാവമാർന്ന് അതിശാന്തനായി വിളങ്ങും മതിമാനോർക്കിൽ മഹാഭാഗവതോത്തമൻ. ഭഗവത് ശരണാംബോജം വിടില്ല നിമിഷാർത്ഥവും. 1/2 മിനിറ്റ് ഭഗവാനെ ഉപാസിക്കണമെന്ന് നിർത്തില്ല എന്നാണ് പറഞ്ഞത്. ഭഗവത് ശരണാംഭോജം വിടില്ല നിമിഷാർത്ഥവും, അതിൻ്റെ ദിവ്യമാധുര്യം ആസ്വദിക്കുക. കാരണം എന്തുകൊണ്ട് വിടില്ല എന്നാ പറയാൻ കാരണം, അതിൻ്റെ ദിവ്യമാധുര്യം ആസ്വദിക്കുക. കാരണം ഒരു പ്രാവശ്യം അതിൻ്റെ ദിവ്യത മനസ്സിലാക്കി കഴിഞ്ഞാൽ അതില്ലാണ്ട് ജീവിക്കില്ല. 100,000 സ്വപ്നതുല്യ വിഷയങ്ങളിൽ നിന്നവൻ ഉണർന്ന് ഏതോ മഹത്തായ പരമാനന്ദമേൽക്കയാം. വളരെ ശ്രദ്ധിക്കണം. 100,000 കണക്കിന് സ്വപ്നതുല്യ വിഷയങ്ങളിൽ നിന്നവൻ ഉണർന്ന് ഏതോ മഹത്തായ പരമാനന്ദമേൽക്കയാം. 1000 ചീത്ത പ്രവർത്തികൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്യണം? വെക്കോലിന് തീ വയ്ക്കണ കൂട്ടത്തിൽ അവറ്റകളെ ഇല്ലാണ്ടാക്കണം. ദുർവിചാരങ്ങളെ മനസ്സിൽ നിന്ന് അകറ്റണം. 100,000 സ്വപ്നതുല്യ വിഷയങ്ങളിൽ നിന്നവൻ ഉണർന്നേതോ മഹത്തായ പരമാനന്ദമേൽക്കയാം. ദേവദുർലഭമാം ദിവ്യപ്രേമം സാധിച്ചൊരാ മഹാൻ. ദേവന്മാർക്ക് ദുർലഭമാണ് എന്ത്? ദിവ്യപ്രേമം. മനുഷ്യന്മാർക്ക് ദിവ്യപ്രേമം സുലഭമാണ്. ഇനി അതാണ് ദേവന്മാർ കൂടി ഭൂമിയിൽ വന്ന് തപസ് ചെയ്ത് പാപങ്ങളെ കഴുകിക്കളയണം. ദേവദുർലഭമാം ദിവ്യപ്രേമം സാധിച്ചൊരാ മഹാൻ. ത്രൈലോക്യ വിഭവം പോലും. ത്രൈലോക്യ വിഭവം, സ്വർഗം, ഭൂമി, പാതാളം, അല്ലെങ്കിൽ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. ത്രൈലോക്യ വിഭവം പോലും പുല്ലുപോലെ ഗണിക്കയാം. എന്ത് സ്വർഗം, എന്ത് നരകം, ഒന്നും എനിക്ക് ബാധകമല്ല. പറഞ്ഞോ. എന്നിട്ടോ പ്രേമത്തിൻ വെണ്ണിലാവിങ്കൽ. ഈ പ്രേമം എന്ന് പറയുന്നത് ശരീരമല്ല കേട്ടോ, ശാരീരികമല്ല, ആധ്യാത്മികം, ഈശ്വരനോടുള്ള പ്രേമം. ഞാൻ ഒറ്റയാണ് എന്നുള്ള ധാരണ വേണ്ട. നമ്മുടെ ഒപ്പം ഈശ്വരനുണ്ട്, രക്ഷപ്പെടാം. പ്രേമത്തിൻ വെണ്ണിലാവിങ്കൽ കുളിർത്ത ഹരിഭക്തനിൽ വെറും തുച്ഛവികാരത്തിൽ താപം ബാധിപ്പതെങ്ങിനെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറും തുച്ഛവികാരത്തിൻ താപം ബാധിപ്പതെങ്ങിനെ. വിചാരം കൊണ്ട് വികാരത്തെ തള്ളിക്കളയണം എന്നാണ് പറഞ്ഞത്. ശ്രീമൽ പാദസരോരുഹങ്ങളിൽ അലിവാർന്ന് ഓർക്കേണം എന്നില്ല. ശ്രീമൽ പാദസരോരുഹങ്ങളിൽ അലിവാർന്നോർക്കണമെന്നില്ല. തന്നാമത്തേനൊരു തുള്ളി നാമത്തേൻ ഒരു തുള്ളി നാവിലണകിൽ. നാരായണ എന്ന് ഒരു 2 അക്ഷരം, 2 വാക്കിങ്ങനെ സ്മരിച്ചാൽ നാവിൽ അണയിൽ പോലും കൃപാവാരിധി കാമക്രോധമതാതി നീങ്ങുമവനിൽ കൂർകൊണ്ട് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്കായിട്ട് മാപ്പാക്കുന്ന ലോജിസ്റ്റിക്. എനിക്ക് എൻ്റെ ഭക്തനോട് കൂറുണ്ട്. കൂർ കൊണ്ടുടൻ പാവന പ്രേമചങ്ങലയിൽ കൊടുങ്ങും അവനാം ഭക്താവതം സോത്തമൻ. അവൻ ഏറ്റവും ഉയർന്ന രീതിയിൽ പോകുന്ന ശ്രീമൽ പാദസരോരുഹങ്ങളിൽ വാർന്നോർക്കേണമെന്നില്ല. തന്നാമത്തേനൊരു തുള്ളി നാവിലണയിൽ പോലും കൃപാവാരിധി കാമക്രോധമതാതി നീങ്ങുമവനിൽ കൂർ കൊണ്ടുടൻ പാവന പ്രേമചങ്ങലയിൽ കൊടുങ്ങും അവനാം ഭക്താവതം സോത്തമൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ഉപാസനാകാണ്ഡേ
ചതുർത്ഥസ്കന്ധഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് മായാനിരൂപണം 5-ാം സർഗം. അത് നമ്മൾക്ക് അടുത്ത ദിവസത്തിലേക്ക് വയ്ക്കാം. 732. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൂട്ടത്തിൽ അവരവരുടെ പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ. എന്നാൽ എന്തുണ്ട് ഗുണം? എല്ലാം ഒന്നിനോടൊന്ന് മെച്ചമായിട്ട് കഴിച്ചു കൂട്ടാൻ സാധിക്കും. നമസ്കാരം. നാളെ കാണാം.